ഡോക്ടറെ, എന്റെ ഒരു ബന്ധുവിന് ദിവസം വയറ്റിന് പോകുന്നുണ്ട്, പക്ഷെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പോകുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ? ഈ പ്രയാസപ്പെട്ടിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ മലം പോകുമ്പോൾ വേദനയോ അത് അനുബന്ധമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളാണോ, അത് ഒന്നിലധികം പ്രാവശ്യം പോകുന്നതാണോ? വേദനയായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മള് ഇതിനെയും ഒന്ന് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളൊരു അവസ്ഥയായിട്ടാണ് പറയാം. കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള എല്ലാവരും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുമ്പോൾ 2 ദിവസത്തിൽ കൂടുതൽ കഴിഞ്ഞിട്ട് വയറ്റിന് പോകുന്നതിനാണ് പലപ്പോഴും എല്ലാവരും കോൺസ്റ്റിപ്പേഷൻ എന്ന് തെറ്റിദ്ധരിക്കാറ്. പക്ഷെ വയറ്റിന്ന് പോകുമ്പോൾ കട്ടിയേറിയിട്ടോ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടോ മലം പോകുന്നതിനും നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്നാണ് പറയാം. കൂടാതെ ഇപ്പം ആഴ്ചയിൽ 3 തവണയും താഴെയായിട്ട് മലം പോകുന്നതിനും, അതുപോലെ മലം പോയി കഴിഞ്ഞിട്ടും തൃപ്തി തരാത്തൊരവസ്ഥ, പൂർണ്ണമായിട്ടും പോയില്ല എന്നുള്ളൊരു സാറ്റിസ്ഫാക്ടറി ഇല്ലാത്തൊരു ഫീലിംഗ് വരുന്നതിനും നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാം. ഇത് വരാനുള്ള കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ. നാരടങ്ങിയ ഭക്ഷണമില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഇതൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള ഫാക്ടറാണ്. അതൊരു മലം ഫോം ചെയ്യാൻ വേണ്ട ബേസിക് ഘടകങ്ങൾ സംഭവം നമ്മൾ വയറ്റിലില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനിലേക്ക് പോകും. പക്ഷെ ഇതെല്ലാത്ത ചില ഫാക്ടേഴ്സ് എല്ലാവരും വിട്ടുപോകുന്നുണ്ട്. അതായത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ ഉള്ളവർക്കും നമ്മുടെ മൈൻഡ് ഗട്ട് റിലേറ്റഡ് ആയി നിൽക്കുന്ന സംഭവമാണ്. അത് വേറെ വേറെ ഒരു ഇതല്ല, തമ്മിൽ എപ്പോഴും കണക്ഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെയുള്ള പേഷ്യൻസിലും നമുക്ക് അവരുടെ ഈ ഒരു വിഷാദ രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ കൊണ്ടും കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട്. പിന്നെ അതെല്ലാതെ വരുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഴിക്കുന്ന മെഡിസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട്, അതായത് ഇപ്പൊ BP ടാബ്ലറ്റ്സിലെ കാൽഷ്യം ബ്ലോക്കേഴ്സ് എടുക്കുമ്പോഴും, അതല്ല ഇനിയിപ്പം വല്ല ആന്റി ഡിപ്രസൻസ് എടുക്കുമ്പം ആന്റാസിഡ്സ് ഒക്കെ കാൽഷ്യം അലൂമിനിയം കണ്ടെയ്ൻ ചെയ്യുന്ന ആന്റാസിഡ്സ് എടുത്താലും ഇതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഒരു സിംറ്റം ആയിട്ട് കാണാറുണ്ട്. പിന്നെ അതുമല്ലാതെ ഒരു അസുഖത്തിന്റെ അടിസ്ഥാനമായിട്ട്, അതായത് ഇപ്പൊ ഒരു കോൺസ്റ്റിപ്പേഷൻ ഒരു രോഗലക്ഷണം ആയിട്ട് നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ എന്ന് കാണുന്നു. വേറൊരു രോഗത്തിന്റെ ലക്ഷണമായിട്ടും കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പോ പറയുന്ന IBS പോലത്തെ അസുഖങ്ങളിൽ കോൺസ്റ്റിപ്പേഷൻ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക്, അതുപോലെ തന്നെ വൻകുടൽ ക്യാൻസർ അല്ലെങ്കിൽ കോളൻ ക്യാൻസർ ഇപ്പൊ വളരെ കോമൺ ആണ്. അപ്പൊ അങ്ങനെയുള്ളവരിൽ നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലേ, വെള്ളം കുടിക്കേണ്ടോ നാല് കഴിക്കേണ്ടോ എന്ന് കരുതി മാത്രം നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യുന്നത് ഇതുപോലത്തെ വലിയൊരു അസുഖങ്ങളെ ഒരു മറക്കുന്ന അല്ലെങ്കിൽ സത്യമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ കാണാതെ പോകുന്ന ഒരു ലെവലിലേക്ക് പോകും. അതുകൊണ്ട് ഒരു കാരണം എന്ത് എന്ന് അറിഞ്ഞിട്ട് വേണം എപ്പോഴും കോൺസ്റ്റിപ്പേഷനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇത് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഭക്ഷണത്തിൽ? തീർച്ചയായിട്ടും നമ്മളിപ്പോ പറയുന്ന പോലെ തന്നെ ഡയറ്ററി ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഫ്ലൂയിഡ് ഇൻടേക്ക് നല്ലതുപോലെ എടുക്കുക. ഫ്ലൂയിഡ് ഇൻടേക്കിൽ വളരെ പ്രാധാന്യം ഈ ഒരു ഫീക്കൽ ഫോർമേഷൻ അല്ലെങ്കിൽ മലം ഉണ്ടാകുന്നതിൽ വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ വിസർജിക്കാനും ഈ ഒരു കണ്ടൻസ് വളരെ പ്രാധാന്യമാണ്. അതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് ഗട്ടിന്റെ മൊബിലിറ്റി നല്ലതുപോലെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒരു ഒപ്റ്റിമം ലെവലിൽ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ള അല്ലെങ്കിൽ ഓഫീസ് വർക്കേഴ്സിനോ അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ കൂടുതലും കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരുന്നത്. ഭക്ഷണവും വെള്ളവും ഒക്കെ അവർ അത്യാവശ്യം കഴിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു മൂവ്മെന്റ് കുറവുകൊണ്ടും കോൺസ്റ്റിപ്പേഷൻ വരും. ഇതൊക്കെ നമുക്കത് വരാതിരിക്കാൻ വേണ്ടി ഇതിലൊക്കെ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരുത്തപ്പെടുത്താം. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതൊക്കെ തിരുത്തിയിട്ടും ചിലവർ പറയും കറക്ഷൻസ് വരുത്തിയിട്ടും ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല. അവിടെയാണ് നമ്മൾ ഒരു വൈദ്യസഹായം അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണിക്കേണ്ടത്. നമ്മുടെ പ്രാധാന്യം ഒരു 2 ആഴ്ചയിലധികം ഇതേ ബുദ്ധിമുട്ട് നിലനിൽക്കുന്നു, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ട് മാറ്റം വരുന്നില്ല, വയറുവേദനയോട് കൂടി മലം പോവുക, മലം ഒരുപാട് ദീർഘനേരം സ്ട്രെയിൻ ചെയ്ത് കഴിയുമ്പം മലദ്വാരം വിണ്ടു കീറുക, അല്ലെങ്കിൽ മലാശയം പ്രൊലാപ്സ് ആയി വരിക, അതായത് ഈ മലാശയം താഴ്ന്നു വരുന്ന അവസ്ഥയിലൊക്കെ ഈ ഇതിന്റെ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മളൊരു വൈദ്യസഹായം തേടി കറക്റ്റ് ആയിട്ടുള്ള വേണ്ട രീതിക്കുള്ള ഇൻവെസ്റ്റിഗേഷൻസും ടെസ്റ്റുകളും മെഡിസിൻസും എടുത്തു കഴിഞ്ഞാൽ ഇതൊരു നല്ല രീതിക്ക് നമുക്ക് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.